നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ നീണ്ട 38 ദിവസങ്ങൾക്ക് ശേഷം പാലക്കാടെത്തി മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുകയാണ്. അതിൽ രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഈ ക്യാമറമാനും റിപ്പോർട്ടറും ഈ MLA കാറിൻ്റെ പുറകെ അങ്ങ് ഓടുകയാണ്. എവിടെയൊക്കെ MLA നിർത്തുന്നു അവിടെയൊക്കെ നിർത്തുന്നു. ഒരുപക്ഷെ ഇന്ന് രാവിലെ മുൻ മണ്ഡലം പ്രസിഡന്റ് സേവ്യറിൻ്റെ വീട്ടിലെത്തി. ഇനി അതിനുശേഷം മണ്ണാർക്കാടേക്ക് പോകുന്നു എന്നുള്ള ഇതിവൃത്തങ്ങൾ പറയുന്നു എന്നൊക്കെ റിപ്പോർട്ടേഴ്സ് പറയുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല. പക്ഷേ ഇതിൽ ചില 1-2 മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിൽ രാഹുലിൻ്റെ പുറകെ പോകുന്നു. എവിടം വരെ ഇവിടെ ഓടും രാഹുലിൻ്റെ പുറകെ? ഒന്നാമത്തെ ചോദ്യം അത്. രണ്ടാമത്, രാഹുൽ ഒരു ഇന്ത്യൻ പൗരൻ കൂടിയാണ്, MLA എന്നതിലുപരി. അപ്പോൾ അദ്ദേഹത്തിന് പാലക്കാടെന്നല്ല ഇന്ത്യയിലെ എവിടെയും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്തവർ, കൊലക്കുറ്റം ചെയ്തവർ പോലും തുറന്ന സ്ഥലത്തൂടെ സഞ്ചരിക്കുമ്പോൾ രാഹുലിന് മാത്രം എന്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ? MLAയുടെ ഓഫീസിലെത്തിയാൽ പ്രതിഷേധിക്കുമെന്ന് BJP പറയുന്നു. അപ്പോൾ രാഹുലിൻ്റെ നിലപാട് എന്തായിരിക്കും? മാത്രമല്ല, രാഹുൽ ഇന്ന് മാധ്യമങ്ങൾക്കൊരു ബൈറ്റ് നൽകി ജനാധിപത്യപരമായിട്ടുള്ള ഏത് പ്രതിഷേധങ്ങളും ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതും. അപ്പോൾ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നു, അന്ന് ഈ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വീടുകളിൽ അതൊന്ന് ആക്കി ചോദിച്ചതാണ്, നിരവധി വീടുകളിൽ പ്രചരണം നടത്തിയതുപോലെയാണോ ഇപ്പോഴത്തെ ഒരു പ്രചരണ രീതിയെന്ന്. അന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടും, അതായത് MLA ആയതിനു ശേഷവും ഞാൻ ഇങ്ങനെയായിരുന്നു. എല്ലാ വീടുകളിലും പോകാറുണ്ട്, എനിക്ക് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിക്കാറുണ്ട് എന്നുള്ളത്. രഞ്ജിനി, ഇപ്പോൾ ഒരു ലോഡ് ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിരവധി ചോദ്യങ്ങളാണ്. അതെ, ഇത് തന്നെയാണ് മാധ്യമങ്ങളുടെ പ്രശ്നം. മാധ്യമങ്ങൾ ഇങ്ങനെ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ പടപട തൊടുത്തു വിടും. എനിക്ക് ഭയങ്കര മ്ലേച്ഛമായി തോന്നിയത് അദ്ദേഹത്തിനെ വിളിക്കുന്ന ഭാഷയാണ്. ശ്രദ്ധേയമായ ഒരു ചോദ്യമുണ്ട്, അത് നല്ല ചോദ്യമാണ്. മാധ്യമങ്ങൾ എത്ര കാലം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ ഓടുമെന്ന്? എല്ലാ മാധ്യമങ്ങളും അല്ല, ചില മാധ്യമങ്ങൾ. അതെ അതെ. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില ഷോട്ടുകളുണ്ടാവും, ചില ദൃശ്യങ്ങൾ, ചില അപൂർവ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് രാഹുലിൻ്റെ വാഹനം പാലക്കാട് നിരത്തിലൂടെ പോകുന്നു. രാഹുൽ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളുടെ ഭാഗമായി പുറത്തിറങ്ങുന്നു. അപ്പോൾ തൊട്ടു മുന്നിൽ ഒരു ഗർഭിണി വന്ന് നിന്നാൽ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം മാധ്യമങ്ങൾക്ക് ലഭിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ ഗർഭം എന്നൊക്കെ പറഞ്ഞ് അടിക്കുറിപ്പിട്ട് ഇന്നത്തെ ഒരു ഹൈപ്പ് സ്റ്റോറിയാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ഒരു പാപ്പരസയുടെ ഏറ്റവും മ്ലേച്ഛമായ തലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പണ്ട് കോയമ്പത്തൂരിലേക്ക് ഉമ്മൻചാണ്ടിയുടെ അശ്ലീല വീഡിയോ തേടി പോയ അന്വേഷണ സംഘവും അതിനൊപ്പം സഞ്ചരിച്ച മാധ്യമങ്ങളെയുമാണ് ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. അന്ന് അവിടെ ഈ അന്വേഷണ സംഘം എത്തിയ പോലീസ് ഒരു കായസഞ്ചി തൂക്കിയെടുക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളൊക്കെ ആ കായസഞ്ചിയിൽ എന്താണ് എന്ന് ഉദ്യോഗഭരിതമായി ചാനലുകളിൽ ബ്രേക്കിംഗ് ടൈറ്റിൽസ് കൊടുക്കുന്നു. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന പ്രേക്ഷകർ ഈ കായസഞ്ചി തുറന്നാൽ ഇതിനകത്ത് അശ്ലീല വീഡിയോ ലഭിക്കും, ഇനി മറ്റെന്തെങ്കിലും വളരെ ഗൗരവമുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നു. ഒടുവിൽ കായസഞ്ചിയിൽ അന്നത്തെ ബിജു രാധാകൃഷ്ണൻ്റെ അടിവസ്ത്രങ്ങൾ മാത്രമായിരുന്നു ഉള്ളത്. ഏറ്റവും വിചിത്രമായ കഥാന്ത്യം. അതിന് തുല്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടിവസ്ത്രം തേടി പാലക്കാട് എത്തി നിൽക്കുന്ന മാധ്യമങ്ങൾ. ഇന്ന് രാവിലെ 2 മണിക്ക് അടൂരിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കച്ചടവോടെ MLA വാഹനത്തിൽ കയറി രാഹുൽ നേരെ പാലക്കാട്ടേക്ക് എത്തി. ഒളിച്ചും പാത്തുമൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അല്ല, രാഹുലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ട്രാഫിക് കടുപ്പമാണ്. പ്രത്യേകിച്ച് അടൂരിൽ നിന്ന് പാലക്കാട്ട് വരെയുള്ള യാത്ര നല്ല ട്രാഫിക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ വെളുപ്പംകാലമാണ് ഏറ്റവും സുന്ദര യാത്ര. പിന്നീട് ഒരു ദിവസം മുഴുവൻ മണ്ഡലത്തിൽ പ്രോഗ്രാമുകളിൽ സജീവമാകണമെങ്കിൽ നേരത്തെ രാവിലെ തന്നെ ചെല്ലണം. മണ്ഡലം പ്രസിഡന്റ് സേവ്യറിൻ്റെ ഒരു സഹോദരൻ മരിച്ചു, ആ വീട്ടിൽ അദ്ദേഹത്തിന് എത്തണം. പക്ഷേ രസകരമായ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയുടെ ഒരു ജാഥ അതുവഴി കടന്നുപോയി. അതിന് തൊട്ട് പിന്നാലെയാണ് രാഹുൽ അവിടെ എത്തുന്നത്. കൃത്യമായ ഒരു കെമിസ്ട്രി അവർക്കിടയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കളുമായി ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ രാഹുൽ സതീശൻ്റെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡഡ് ആയിരുന്നു. പക്ഷേ ആ ബ്രാൻഡിൽ നിന്നിപ്പോൾ രാഹുൽ പുറത്തു വന്നിരിക്കുന്നു, ഷാഫി പുറത്തു വന്നിരിക്കുന്നു. അവരൊരു വ്യത്യസ്ത നേതൃശ്രേണി കേരളത്തിൽ കോൺഗ്രസിന് സമ്മാനിക്കുന്നുവെന്ന പൊതുപ്രതീതി ഉയരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി രാഹുൽ വലിയ ഉയരത്തിൽ നിന്ന് പൊടുന്നനെ പാതാളക്കുഴിയിലേക്ക് വീണത്. പാതാളക്കുഴിയിൽ നിന്ന് ഊർന്ന്
ഒരു ഒറ്റമര കമ്പിലൂടെ കയറി വരുന്ന രാഹുലിനെ നമ്മൾ കണ്ടു. ചിലരൊക്കെ അതിലേക്ക് എണ്ണ കോരി ഒഴിച്ചു. പക്ഷേ രാഹുൽ പിന്നെയും വലിഞ്ഞു കയറി നിയമസഭയിലെത്തി. നിയമസഭയിലെത്തിയതോടെ രാഹുൽ പിന്നെ ജില്ലയിലേക്ക് പടർന്നു കയറുന്ന കാഴ്ചയാണ്. നിയമസഭയിൽ നിന്ന് നേരെ ആ നിരത്തിലെ SFI വിട്ട് നിരത്തി ശബരിമല ദർശനത്തിലൂടെ കൂടുതൽ കരുത്ത് നേടി പാലക്കാട്ടേക്കുള്ള ഒരു കുതിപ്പ്. ആ കുതിപ്പിന് മറ്റ് ചില അടയാളങ്ങളുണ്ട്, രേഖപ്പെടുത്തേണ്ട അടയാളങ്ങൾ. ഇവിടെ മാധ്യമങ്ങൾ ഇടയ്ക്കൊന്ന് നിശബ്ദരായി, വിമർശനങ്ങൾ നിശബ്ദരായി. എന്തിനേറെ CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയാൽ ഞങ്ങൾ തടയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തി. ഇതൊരു തിരിഞ്ഞുനോട്ടമാണ്. നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എറണാകുളം ജില്ലയിലെ ഒരു CPM വനിതാ നേതാവിനെതിരെ ഉയർന്നു വന്ന വെറും മ്ലേച്ഛ കഥകൾ, ഞാനതിനെ ആരോപണമെന്ന് പോലും പറയില്ല, മ്ലേച്ഛ കഥകൾ. അതുമായി ചേർത്ത് വായിക്കപ്പെട്ട വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള ആരോപണങ്ങൾ. KN ഉണ്ണികൃഷ്ണനെ കുറിച്ച് മറ്റ് പല ആരോപണങ്ങൾ പറയാം. പക്ഷേ ഒരു വനിതാ നേതാവുമായി ചേർത്ത് അപവാദ കഥ പ്രചരിപ്പിച്ചത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ പിന്നീട് നടന്ന വേട്ടയാടലുകൾ, ഈ കഥ പറഞ്ഞു, കഥ പ്രചരിപ്പിച്ചു, ആരോപണങ്ങൾ ഉയർത്തി എന്നതിൻ്റെ പേരിൽ തുടർച്ചയായി അവർക്കെതിരെ ആക്രോശങ്ങൾ ഉയർത്തുന്നു, പോലീസിനെ ഉപയോഗിച്ച് അവരെ വേട്ടയാടുന്നു, അവർക്കെതിരെ തുടരെ കേസുകൾ എടുക്കുന്നു. ഇവിടെ ജനം വിഡ്ഢികളല്ല, ജനം പെട്ടെന്ന് ഇതെല്ലാം തിരിച്ചറിഞ്ഞു. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം അപവാദ കഥകൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് നിങ്ങൾ കടന്നില്ല? അവിടെ മുഖ്യമന്ത്രി വരെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശേഷിപ്പിച്ചത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. ഇവിടെ രാഹുൽ മാങ്കൂട്ട ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടി ആ പഴയ ശൈലിയിൽ, വിജയ നിങ്ങളെന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനെന്ന് വിളിച്ചത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അതിന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ തീരൂ. പിന്നീട് നമ്മൾ കണ്ടു, തെളിവുണ്ടാക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് സംഘത്തെ രാഹുലിനെ വേട്ടയാടാനായി ഇതേ മുഖ്യമന്ത്രി പറഞ്ഞു വിടുന്നു. പക്ഷേ ആ അന്വേഷണ സംഘത്തിലെ ആദ്യ അന്വേഷണ തലവൻ പിൻവാങ്ങി. കാരണം പെട്ടെന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ പിടികിട്ടി, ഇത് അത്ര പന്തിയല്ലെന്ന്. തെളിവുകൾ വേണ്ടേ, പരാതിക്കാർ വേണ്ടേ, മൊഴികൾ വേണ്ടേ. തുടർന്ന് മറ്റൊരു സംഘത്തെ ഏൽപ്പിച്ചു. അവർ പരാതിക്കാരെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഏറ്റവും നികൃഷ്ടമായ ഒരു തലത്തിലേക്ക്, അതായത് ഒരു അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുന്നു, പിന്നീട് അവർ ഒരു പരാതിക്കാരിക്ക് വേണ്ടി ഓടി നടക്കുന്നു. എവിടെയെങ്കിലും ഒരു പരാതിക്കാരിയെ കൊട്ടേഷൻ എടുത്താൽ ആ കേസ് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നീട് ഈ കേസിനെ കുറിച്ച് ആദ്യഘട്ടത്തിൽ ചില അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തിയ ചില യുവതികളെ കണ്ട് മൊഴി തരുമോ എന്ന് യാചിച്ച് നടക്കുന്ന അന്വേഷണ സംഘം. എന്നാൽ ആ യുവതികൾക്ക് പോലും മൊഴി നൽകാനുള്ള ആർജവുമില്ല. അവർ പോലും ഭയപ്പെട്ടിരിക്കുന്നു. കാരണം കൃത്യമായ തെളിവുകൾ അവരുടെ പക്കലില്ല. ഒരു മാധ്യമപ്രവർത്തക ഇരയെ കണ്ടു എന്നൊക്കെ വിളിച്ചുകൂവി ഫേസ്ബുക്കിലിട്ടു. അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോഴും അവരും പറയുന്നത് ഇരയെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾക്ക് തനിക്ക് താല്പര്യമില്ലെന്ന്. ഇനി ഇരയെന്ന് വിശേഷിപ്പിച്ച് ചിലരൊക്കെ ഓടിക്കൂടിയ ഒരു വീട്ടിലെ ഒരു യുവതി അമ്മേ, അതിൽ ആ യുവതിയോട് പോലീസ് ചോദിച്ചു ഗർഭചിത്രത്തെക്കുറിച്ച്. എനിക്കിതേക്കുറിച്ച് പ്രതികരിക്കാനില്ല, അതായിരുന്നു അവരുടെ മറുപടി. അപ്പോൾ അടപടലം തേഞ്ഞു, അന്വേഷണ സംഘം തേഞ്ഞു, ഭരണകൂടം തേഞ്ഞു, ഇതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന പാർട്ടിക്കാർ തേഞ്ഞു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ആദ്യം ഇതൊക്കെ കേട്ട് വരണ്ട് ഒരു വല്ലാത്ത കോലത്തിലായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടയ്ക്കൊന്ന് മലക്കം മറിഞ്ഞു. അത് രാഹുലിന് വലിയ പോസിറ്റീവായി. ഇതൊരു രാഹുൽ വിജയമാണ്. പാലക്കാട്ട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നിശബ്ദനായി നിന്ന് പോരാടിയ ഒരു രാഹുലിൻ്റെ കഥയാണ് ഇപ്പോൾ കേരളം പറയുന്നത്. ഒരു തരത്തിൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ ഒരു ഇരട്ടച്ചങ്ങൻ്റെ കഥയാണ്. ഇവിടെ രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചിലരിപ്പോഴും ആവർത്തിക്കുന്നത് രാഹുൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അയാളുടെ വ്യക്തി ജീവിതത്തെ സ്വകാര്യതയിലൂന്നിയ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ എന്ന് പറയുന്ന ഈ കഥകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തി ജീവിതം ഒരു ക്രിമിനലിസത്തിലേക്ക് മാറുന്നത് അവിടെ പരാതിക്കാരുണ്ടാകുമ്പോഴാണ്. ചതിക്കപ്പെട്ടു എന്നാരെങ്കിലും വിളിച്ചു പറയുമ്പോഴാണ്, തന്നെ കബളിപ്പിച്ചു എന്നാരെങ്കിലും വിളിച്ചു പറയുമ്പോഴാണ്, തന്നെ തട്ടിപ്പിനിരയാക്കി എന്നാരെങ്കിലും വിളിച്ചു പറയുമ്പോഴാണ്, തന്നെ പീഡനത്തിനിരയാക്കി ബലാത്സംഗം ചെയ്തു എന്ന് ഏതെങ്കിലും യുവതി, ഏതെങ്കിലും സ്ത്രീകൾ വിളിച്ചു പറയുമ്പോഴാണ്, അവർ ഒരു പരാതിയുമായി മുന്നോട്ട് വരുമ്പോഴാണ്. ഇവിടെ രാഹുലിനെതിരെ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്ന ഒരാളും നേരിട്ട് രാഹുലുമായി ബന്ധപ്പെട്ടവരല്ല. അതിൽ അപവാദമായി നിന്നത് ഒരു സിനിമാ നടി എന്ന പേരിൽ ആരോപണങ്ങൾ ഉയർത്തിയ ഒരു യുവതി മാത്രമാണ്. പക്ഷെ അവർക്കും കൃത്യതയോടെ രാഹുലിനെതിരെ തെളിവുകൾ
പൊതുസമൂഹത്തിന് മുന്നിൽ നിരത്താനില്ല, പോലീസിന് മുന്നിൽ ഉരിയാടാനില്ല. അപ്പോൾ പരസ്യമായി ഒരു പരാതിക്കാരില്ലാത്ത ഇത്തരം കഥകളിൽ നമുക്ക് ഒരു വ്യക്തിയുടെ സ്വകാര്യതയുമായി വ്യക്തി ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രമേ അവിടെ ചിന്തിക്കാൻ കഴിയൂ. തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉയർന്ന, സ്വകാര്യതയെക്കുറിച്ച് ഉയർന്ന ചില ആരോപണങ്ങളും അപവാദകഥകളും അതിന് മറുപടി പറയേണ്ട ആവശ്യം രാഹുലിനില്ല. അവിടെയാണ് രാഹുൽ ഇന്ന് പാലക്കാട് തൻ്റെ ഓഫീസിലെത്തി നിൽക്കുമ്പോൾ അവിടെ സുരക്ഷ ഒരുക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ മുഖം കുനിയുന്നില്ലെന്ന്. ഇന്ന് രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ അവർ വെളുപ്പം കാലത്ത് തന്നെ രാഹുലിൻ്റെ ഓഫീസിന് ചുറ്റും നിലയുറപ്പിച്ചു. രാഹുലിൻ്റെ ഓഫീസ് സാധാരണ പോലെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി അവിടെ ഓഫീസ് സ്റ്റാഫൊക്കെ കയറിയിരുന്ന് ജനങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അങ്ങോട്ടേക്ക് കൂടുതൽ കോൺഗ്രസ്സുകാർ ഒഴുകിയെത്തുമോ എന്ന് ഭയന്ന പിണറായി വിജയൻ സർക്കാർ അവിടെ പോലീസിനെ പറഞ്ഞു വിട്ട് ചെറിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ രാവിലെ ഒരു ശ്രമം നടത്തി. കാരണം വലിയ പോലീസിൻ്റെ ഒക്കെ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ അടുക്കാതെ ഭയന്നു പോകും. കാരണം അവിടെ വല്ല പ്രതിഷേധമൊക്കെ നടന്നാൽ വല്ല ഏറോ പിടുത്തം കിട്ടുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ അതും വിജയിച്ചില്ല. കാരണം അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു എന്നാണ് ഇപ്പോൾ രാവിലെ നമ്മൾ വാർത്തകളിൽ കാണുന്ന അവിടെ നിന്നുള്ള റിപ്പോർട്ടർമാർ പറയുന്നത്. രാവിലെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിന് ലക്ഷ്യമാക്കി ഒഴുകിക്കൊണ്ടിരുന്നു. മറുവശത്ത് രാഹുൽ വളരെ കൂളായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസാണ്. കോൺഗ്രസിൻ്റെ പ്രാദേശിക മണ്ഡലം പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത് രാഹുൽ കടന്നു വന്നതോടെ ആ മണ്ഡലം പൂർണ്ണമായി ഉണർന്നുവെന്നാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, വോട്ടിങ്ങിനെ ബാധിക്കില്ല. രാഹുലിന് കൂടുതൽ ജനപിന്തുണയുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവ പരമ്പരകളാണ് ഇന്ന് അവിടെ നടക്കുന്നതെന്ന്. ധാരാളം സ്വകാര്യ സന്ദർശനങ്ങൾ, പൊതുയോഗങ്ങൾ ഒക്കെ ഇന്ന് പദ്ധതിയിട്ടിട്ടുണ്ട് രാഹുൽ. അപ്പോൾ മണ്ഡലത്തിലേക്ക് തിരികെ വന്ന രാഹുലിനെ ഒന്ന് നേർക്ക് നേർ എതിരിടാൻ CPM ഭയന്നു, DYFI ഭയന്നു, അവർ പിൻവാങ്ങി. ഇത്തരം തലവേദനകൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്ന് കരുതി BJP രാവിലെ അങ്കലാപ്പിലായിരുന്നു. എങ്ങനെ രാഹുലിനെ നേരിടണം അല്ല, BJP ജനറൽ സെക്രട്ടറി പറഞ്ഞ കൃഷ്ണകുമാർ ആണെന്ന് തോന്നുന്നു. കൃഷ്ണകുമാർ പറയുന്നത് ഞങ്ങൾ ശക്തമായി നേരിടും രാഹുലിനെ. അദ്ദേഹത്തിന് വരാം, സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് ഏത് നാട്ടിലോട്ടും എങ്ങനെയും പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ MLA ഓഫീസിലേക്ക് കയറാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, MLA പദവി ഇന്നുകൊണ്ട് ജനസേവനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് BJP നേതാവ് കൃഷ്ണകുമാർ പറയും. അത് അവരുടെ രാഷ്ട്രീയം, BJPയുടെ. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്ന KSU ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിയും ഒക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അത് മറ്റൊരു പോസ്റ്റ്. കാരണം യുവതലമുറ, അതായത് യൂത്ത് കുറച്ചുകൂടി രാഹുലിന് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയല്ലേ. അല്ല, കോൺഗ്രസ് നേതാക്കൾക്കോ കോൺഗ്രസ് പ്രവർത്തകർക്കോ രാഹുലിനെ പിന്തുണയ്ക്കുന്നതിൽ, രാഹുലിനൊപ്പം മണ്ഡലത്തിൽ നിറയുന്നതിൽ യാതൊരുവിധ എതിർപ്പും നിലവിലില്ല. നേതൃത്വം യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, നിയമസഭയിലേക്ക് എത്താൻ അന്ന് രാഹുലിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് രമേശ് ചെന്നിത്തലയായിരുന്നുവെന്ന് ഇപ്പോൾ വാർത്തകൾ വരുന്നു. ഒരുപക്ഷെ രമേശ് VD സതീശനൊരു പണി കൊടുത്തതായിരിക്കാം. പക്ഷേ നിയമസഭയിലെത്തിയ രാഹുൽ അവിടെ VD സതീശനെ കീഴ്പ്പെടുത്തി മടങ്ങുമ്പോൾ സതീശൻ ഒരു കാര്യം ഉറപ്പിച്ചു: വെറുതെ എന്തിനാണ് ഞാൻ ഈ ചുടുചോറ് വാരി പേരുദോഷം കേൾക്കുന്നത്, ഇനി എല്ലാ തീരുമാനങ്ങളും പാർട്ടി തന്നെ അങ്ങ് പറഞ്ഞോട്ടെ. പിന്നീട് KPCC യോഗത്തിലെത്തിയ VD സതീശൻ നിശബ്ദനായി നിൽക്കുന്ന ആ ദൃശ്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അതുതന്നെയാണ് സതീശൻ്റെ ഒരു സ്റ്റാൻഡ്. പിന്നീട് സതീശൻ എന്തിനാണ് ഞാൻ ഈ പാപഭാരം ചുമക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. സതീശൻ അതിലൊരു തിരിച്ചറിവുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ, ആക്ഷേപങ്ങളുണ്ടെങ്കിൽ പരാതിക്കാർ പറയട്ടെ, അവർ തെളിയിക്കട്ടെ. ഇതൊക്കെ എന്തിനാണ് താൻ തലയിൽ ചുമക്കുന്നത് എന്നുള്ള ഒരു നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിരവധി പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടി. കാരണം ഇന്ന് നമ്മൾ രാവിലെ കണ്ടു രമേശ് ചെന്നിത്തല അടക്കമുള്ള ചില നേതാക്കളുടെ ലഹരി വിരുദ്ധ പ്രചാരണ ജാഥ കണ്ടു. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഏകീകരണം വേണമെന്നുള്ളൊരു തീരുമാനം. ഏകദേശം 50 സ്ഥാനാർത്ഥികളെയോളം അവർ ഏകദേശം തിരഞ്ഞെടുത്തു. അതായത് അടുത്ത സ്ഥാനാർത്ഥി കനകോലു മാത്രമല്ല, ഇപ്പോൾ ആ ഒരു രീതിയിലും നടപ്പിലാകാൻ പോകുന്നു. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് MPമാരും നിയമസഭയിൽ മത്സരിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശം അല്ല, MP മാത്രമല്ല, മൊത്തത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർണ്ണമായി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് അതിനു വേണ്ടിയിട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള പോസിറ്റീവ്, ഒരുപക്ഷെ ഒരുപാട് ജനം ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവ് വാർത്തകളൊക്കെ ഇന്ന് വരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാഹുൽ പാലക്കാട് എത്തുന്നു. പക്ഷേ ഈ ചില മാധ്യമങ്ങൾ എനിക്ക് ഭയങ്കര എന്താ പറയുക രസകരമായിട്ട്
മാത്രമല്ല, ഒരു നമ്മളൊക്കെ മാധ്യമപ്രവർത്തകർ മ്ലേച്ഛമായ ഭാഷയിലാണ് ഒരു പക്ഷേ രാഹുലിൻ്റെ ഇന്നത്തെ റിപ്പോർട്ടിങ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു മാധ്യമം പറഞ്ഞത് അയാൾ എന്നുള്ളൊരു പ്രയോഗമാണ്. അയാളെ. പക്ഷേ എന്നാലും അദ്ദേഹം ഒരു MLA ആണ്, ഇതുവരെ നിലവിൽ പ്രതിയായിട്ടില്ല. അയാൾ എന്നുള്ളൊരു ഭാഷ അങ്ങനെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് ഒരു പക്ഷേ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാലോ, അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയാലോ. നീ എന്ന് വിളിച്ചതിന്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തകയോട് നീ എന്ന് വിളിച്ചതിന്റെ പേരിൽ സുരേഷ് ഗോപി അല്ല, ഇപ്പൊ ആരായിരുന്നു നേരിട്ടുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, രാജീവ് ചന്ദ്രശേഖർ. അത് തന്നെ, രാജീവ് ചന്ദ്രശേഖർ നീ എന്ന ഒരു മാധ്യമ പ്രവർത്തകയെ എന്ന് വിളിച്ചതിന്റെ പേരിൽ മാധ്യമ ലോകം മുഴുവനും ഇപ്പോൾ എന്താ പറയുന്ന ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് MLA പോലുള്ളവർ അദ്ദേഹത്തെ തിരിച്ചു മാധ്യമ പ്രവർത്തകർ അയാൾ എന്ന് വിളിക്കുന്നത് ആലോചിച്ചു നോക്കൂ. അത്തരം പ്രയോഗങ്ങളൊക്കെ ഓരോരുത്തരുടെയും സംസ്കാരത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അതിക്രമ ആരോപണ വിധേയൻ എന്നാണ് ആ മാധ്യമത്തിൽ അയാൾ. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത എന്തു വലിയ വാക്കുകളാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആരോപണ കഥകളാണ് പ്രചരിച്ചത്. അതൊക്കെ ആരോപണ വിധേയൻ എന്നാണ് പറഞ്ഞത്. ഒരിക്കലും സമാനതകളില്ലാത്ത ആരോപണ വിധേയൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് CPM പാർട്ടിയിലോ CPIM-ലോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇല്ല എന്നുള്ളതും കൂടെ എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. അല്ല, അതൊക്കെ സമാനതകളില്ലാത്ത ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഏറ്റവും ദുഷിച്ച വശമാണ്. കാരണം ശത്രുക്കളായി ചിലരെ പ്രഖ്യാപിക്കുന്നു, അവരെ വേട്ടയാടി വീഴ്ത്തുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത് ചിലതൊക്കെ ചൂണ്ടിക്കാട്ടാം, അതല്ലാതെ വിധി കൽപ്പിക്കാനും അവരെ എറിഞ്ഞു വീഴ്ത്താനും മുൻകൈയെടുക്കുക, അതിന് നേതൃത്വം കൊടുക്കുന്നത് അത് അപഹാസ്യമാണ്. മറ്റൊരു മാധ്യമ പക്ഷെ അതൊന്നും ഇവിടെ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങ് പാലക്കാട്ട് എത്തി നിൽക്കുമ്പോൾ അയാളുടെ ആ മുഖത്ത് വിരിയുന്ന ചിരി എല്ലാവരെയും തോൽപ്പിച്ചില്ലേ സാറേ? എങ്കിൽ മറ്റൊരു മാധ്യമമാണ് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നത്. നമ്മൾ പറഞ്ഞു രാഹുലിനെ മഹാനാക്കുമല്ല, അത് ഞാൻ കേട്ടത് വളരെ ഒരു കമന്ററി ആയിട്ടാണ്. ഈ ക്രിക്കറ്റിൽ കമന്ററി പറയും, രാഹുൽ എത്തിയിരിക്കുന്നു, രാഹുൽ അങ്ങോട്ട് പോകുന്നു, രാഹുൽ ഇങ്ങോട്ട് പോകുന്നു. ഇനി അദ്ദേഹം വല്ല ടോയ്ലറ്റിലോട്ടോ ബാത്റൂമിലോട്ടോ പോകുവാണെങ്കിൽ ക്യാമറ കണ്ണുകൾ അങ്ങോട്ടേക്ക് പോകുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ മറുവശത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. കേരളത്തിലെ ഈ ചാനലുകൾ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുക, അവരൊക്കെ വേട്ടയാടലിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഇതിലൊക്കെ ഉപരിയായി ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ജനങ്ങൾ വസ്തുതകളെ എങ്ങനെ വിലയിരുത്തുന്നു, അതൊരു വല്ലാത്ത കാഴ്ചയല്ലേ? ഇപ്പോൾ എറണാകുളത്തെ CPM നേതാവിനെതിരെയും ഒരു MLA-ക്കെതിരെയും ഇത്തരം കഥകൾ വന്നപ്പോൾ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ ഒരു നിലപാടെടുത്തു. നമുക്ക് ഈ അപവാദ കഥ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് പോകുന്ന ഇത്തരം അപവാദ കഥകൾ നമുക്ക് വേണ്ട. പക്ഷെ അവിടെ ചില കള്ളക്കേസുകൾ എടുത്തപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ജനം, അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. KM ഷാജഹാനെതിരെ എടുത്തിരിക്കുന്നത് പക്ക കള്ളക്കേസാണ്. കാരണം KM ഷാജഹാൻ തൻ്റെ വീഡിയോയിൽ ഒരിടത്തും ആരെയും പരാമർശിക്കുന്നില്ല, ആ വനിതാ നേതാവിൻ്റെ പേര് പറയുന്നില്ല, CPM MLA-യുടെ പേര് പറയുന്നില്ല. കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഒരു കഥ അത് സമൂഹ മാധ്യമങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. കാരണം DCC പ്രസിഡന്റ് ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ തൻ്റെ വീഡിയോയിൽ അവതരിപ്പിച്ചു. ഏത് CPM-ൻ്റെ ഒരു കഥ. ആ CPM-ൻ്റെ കഥയ്ക്കപ്പുറം അതിൻ്റെ വസ്തുതകളിലേക്ക് അദ്ദേഹം കടന്നില്ല, ആരുടെയും പേര് പറഞ്ഞില്ല. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ഈ കഥയിലെ ചില കഥാപാത്രങ്ങൾ തങ്ങളാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചതെന്ന് നമുക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ അവർ പറയുന്നു ഷാജഹാൻ പറഞ്ഞത് ഞങ്ങളെക്കുറിച്ചാണ്. അവർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു. ഓടിക്കൂടിയവരൊക്കെ ഷാജഹാനെ കല്ലെറിയാൻ പറഞ്ഞ് ആക്രോശിക്കുന്നു. പക്ഷെ അവിടെയും ജനം കട്ടയ്ക്കൊരു നിലപാടെടുത്തു. KM ഷാജഹാൻ്റെ വാർത്താ ശൈലിയോട്, അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രയോഗങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ഒരു കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ ഒക്കെ നമുക്ക് വിഭിന്നങ്ങളായ അഭിപ്രായ സ്വരങ്ങളുണ്ടാകാം. പക്ഷെ അദ്ദേഹം ഉയർത്തുന്ന ചില നിലപാടുകളും അദ്ദേഹം ഉയർത്തുന്ന ചില പ്രതിപക്ഷ സ്വരവുമുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. അങ്ങനെ ഒരാളെ, ഒരു പ്രതിപക്ഷ നിലപാടെടുക്കുന്ന ഒരാളെ എറിഞ്ഞു വീഴ്ത്തി കളയാം എന്നൊക്കെ പറയുന്ന ഒരു ഭരണകൂട ധാർഷ്ട്യമുണ്ടല്ലോ, അത് അത്ര കണ്ട് അംഗീകരിച്ചു കൊടുക്കില്ല കേരളത്തിലെ ജനങ്ങൾ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന സമൂഹ മാധ്യമ പിന്തുണ. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. KM ഷാജഹാൻ പലപ്പോഴും മാധ്യമങ്ങൾക്ക് നേരെ വിമർശനം ഉയർത്തും. അതുകൊണ്ട് KM ഷാജഹാനോട് മാധ്യമങ്ങൾക്ക് കലിപ്പുണ്ട്.
എല്ലാവരോടും പകയോടെ എന്നൊക്കെ പറയുന്നത് പോലെയാണ് കെ എം ഷാജഹാൻ്റെ ജീവിതം. അത് അദ്ദേഹത്തിന് അനർത്ഥം ഉണ്ടാക്കുന്നുവെങ്കിൽ പോലും ഒരൊറ്റയാൻ പോരാട്ടം ഇപ്പോഴും നടത്തുന്നത് അത് നമ്മൾ അംഗീകരിക്കണം. ഇവിടെയൊക്കെ ജനം വേറിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാധ്യമങ്ങൾക്ക് പിന്നാലെ ജനം ഒരിക്കലും ഒഴുകത്തില്ല. കുറേയേറെ പേർ ചിലപ്പോൾ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ മറ്റ് ചില വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിൽ ഒരു വാർത്തയ്ക്ക് കൈയടിക്കും. അതല്ലാതെ ഭൂരിപക്ഷ ഒരു പിന്തുണ എപ്പോഴും നിഷ്പക്ഷതയ്ക്കാണ്. ആ നിഷ്പക്ഷതയ്ക്കാണ് കേരളം അംഗീകാരം നൽകുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് പാലക്കാട്ട് എത്തി നിൽക്കുമ്പോൾ സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇന്നലകളിൽ നിങ്ങൾ ഉയർത്തിവിട്ട അപവാദ കഥകളുടെ നിജസ്ഥിതി എന്ത്? എവിടെയാണ് പരാതിക്കാർ? എവിടെയാണ് രാഹുലിനെതിരെയുള്ള മൊഴി? ഇതിനേക്കാളൊക്കെ ഉപരി പിണറായി വിജയനോട് ചില ചൂണ്ടുവിരലുകൾ ഇപ്പോൾ ചോദിക്കും, നിങ്ങൾ പറഞ്ഞുവിട്ട ക്രൈംബ്രാഞ്ച് എന്ത് കണ്ടെത്തി? എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭഛിദ്രം അന്വേഷിച്ച് ബംഗളൂരുവിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പോയത്? ആശുപത്രിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് രേഖ കിട്ടി? അതെവിടെ? കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ പോലും, അല്ലെങ്കിൽ പ്രാഥമിക റിപ്പോർട്ടുകളിൽ പോലും ക്രൈംബ്രാഞ്ചിനൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഇനി ക്രൈംബ്രാഞ്ചിനും ഈ ആരോപണ കമ്മിറ്റിക്കും ഈ നുണ ഫാക്ടറിക്കുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം, ഇതൊക്കെ കെട്ടുകഥകളാക്കി അന്തരീക്ഷത്തിൻ്റെ ചില കോണുകളിൽ സൂക്ഷിച്ച് കുഴിച്ചിടുക, വേണ്ടപ്പം ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വിതറുക, അത് തിരഞ്ഞെടുപ്പാകുമ്പോൾ കൂടുതൽ ശക്തമായി ഇതിനെ ഉപയോഗപ്പെടുത്തുക. അതിന് ചില മാധ്യമങ്ങളുടെ പിന്തുണയും ചില PR ഏജൻസികളും സോഷ്യൽ മീഡിയ റാക്കറ്റുകളും ഒക്കെ മതി. അതിന് സൈബർ അറ്റാക്കിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ചില മാഫിയ സംഘങ്ങൾ മതി. ഇവിടെ രാഹുൽ മാങ്കൂട്ടം തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വരുത്തിയ വീഴ്ചകളെ ഒരു പരിധിവരെയെങ്കിലും ജനം ചോദ്യം ചെയ്തേനെ. ഇത്ര വലിയ ആക്രമണത്തിന് അയാളെ വലിച്ചെറിഞ്ഞ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ. ഇവിടെ നമ്മൾ അയാൾ എന്ന് പറയുന്നത് ബോധപൂർവം തന്നെ പറയുന്നതാണ്. കാരണം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ മനുഷ്യൻ, പക്ഷേ ഒരു മനുഷ്യനോട് കാട്ടേണ്ട ഒരു മിനിമം മര്യാദ പോലും പലപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് ജനമല്ല ശത്രുപക്ഷം കാട്ടിയിട്ടില്ല. ഈ ആക്രമണങ്ങൾ പലതും ചില മറവുകളിൽ നിന്നാണ്. എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു മാധ്യമപ്രവർത്തകർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ശബ്ദരേഖയുടെ ഉറവിടം, ചില ചാറ്റുകൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ ചില പോസ്റ്റുകൾ, ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഇപ്പോൾ എറണാകുളത്തെ വനിതാ നേതാവിന് നേർക്ക് ആരോപണങ്ങൾ ഉയർന്ന് കത്തുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ആശങ്കകളുണ്ട്. എന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇത്തരം അപവാദ കഥകൾക്ക് പിറകെ പായുന്നു? ഇതേ ചോദ്യം മറ്റു പല ആരോപണങ്ങളിലും ബാധകമല്ലേ? ഇവിടെയാണ് അവർ ഒന്ന് ഇരുത്തി ചിന്തിച്ചത്. പാലക്കാട്ടെ ഈ പ്രതിഷേധ സമരങ്ങളിൽ നിന്ന് പിന്നോക്കം നിന്നത്, രാഹുൽ പാലക്കാട് കൂടുതൽ കത്തി ജ്വലിക്കാൻ ഇടവരുന്നതും. ഇപ്പോൾ ഇത്ര വലിയൊരു മാധ്യമ ശ്രദ്ധ കേരളത്തിലെ ഒരു യുവ നേതാവിനും കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു MLA-ക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അത്ര ഒരു സൂപ്പർ ബിഗ് ബ്രേക്കിംഗ് ന്യൂസുകൾ. ഏതായാലും നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ രാഹുൽ അവസാനമായി പറഞ്ഞതുപോലെ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത്, അത് തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് സ്വാഗതം. കാരണം ഏതൊരു ആരോപണം ഉണ്ടായാലും പ്രതിഷേധങ്ങൾ ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ ഒരു നേരുണ്ടായിരിക്കണം. ഈ അമിട്ടൊക്കെ പൊട്ടിത്തീരുമ്പോഴേ അവസാനം ചില നമ്മുടെ നാട്ടുപുറത്ത് ഗർഭം കലക്കി എന്ന് പറയും, അങ്ങനത്തെ ചില പടക്കമുണ്ട്. എന്തെങ്കിലും ഗർഭം കലക്കികൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ എവിടെ നിന്നെങ്കിലും പൊട്ടും. ഇന്നും അത്തരം ഗർഭം കലക്കികളൊന്നും പൊട്ടിയില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, രാഹുലിന്റെ ദിവസങ്ങളായിരിക്കും ഇനി. അതെ, പക്ഷേ എന്നാലും പിന്നൊന്ന് ഒരു പക്ഷേ 6-7 മാസവും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാഹുൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടോ ഒക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ വീണ്ടും ഈ ഗർഭം കലക്കി വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.